ചടയമംഗലത്തിന്റെ വികസനവും വികസന മുരടിപ്പും. ചടയമംഗലം ഇങ്ങനെയായാൽ മതിയോ? നമ്മുടെ ചടയമംഗലം പഞ്ചായത്തിന്റെ വികസന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിപക്ഷം അതിന്റെ ചുമതല നിറവേറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചർച്ച ഇപ്പോൾ നടക്കുന്നതായിട്ട് നമ്മൾ അറിയുന്നുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ചടയമംഗലത്തെ ശക്തമായ പ്രതിപക്ഷം BJP തന്നെയാണ്. അത് അവർക്കും അറിയാവുന്നതാണ്. കാരണം കഴിഞ്ഞ ഇലക്ഷന് 3 സീറ്റ് ജയിക്കുന്നു, 8-9 സ്ഥലത്ത് 2ാം സ്ഥാനം. തീർച്ചയായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ ചടയമംഗലം പഞ്ചായത്തിലൊരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ അവസരത്തിൽ ഇത്തരത്തിലൊരു ചർച്ച നടക്കുമ്പോൾ BJPക്ക് പറയാനുള്ളതാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ചടയമംഗലം പഞ്ചായത്തിന്റെ പൊതുവിഷയങ്ങളായിട്ടുള്ള ആശുപത്രിയുടെ കേസ് പല തവണ ആശുപത്രിക്ക് വേണ്ടിയിട്ട് BJPയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ശവപ്പെട്ടി ചുമന്നുകൊണ്ട് ഞങ്ങൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് ചെയ്തിട്ടുണ്ട്. ശവപ്പെട്ടി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വെച്ചിട്ട് ഞങ്ങൾ ഉപരോധം നടത്തിയിട്ടുണ്ട്. അതുപോലെ കുടിവെള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കള്ളിക്കാട് പോലുള്ള മേഖലകളിൽ ഇപ്പോഴും വലിയ കുടിവെള്ള പ്രശ്നം നിലനിൽക്കുന്ന സ്ഥലങ്ങളാണ്. ആ മേഖലയിൽ പല സ്ഥലത്തും ഇപ്പോഴും കുടിവെള്ളം കിട്ടുന്നില്ല. അപ്പോൾ ആ ഭാഗത്തുള്ളവരെയും മറ്റു ഭാഗത്തുള്ളവരെയും കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് കുടവും തലയിൽ ചുമന്നുകൊണ്ട് നമ്മൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് ചെയ്തിട്ടുണ്ട്, അവിടെ ഉപരോധം നടത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളും, പാലം പണിക്ക് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ, അതിന് ഞങ്ങൾ സമരം നടത്തിയിട്ടുണ്ട് പലപ്പോഴും. അതിനുശേഷമാണ് അവിടെ പാലം യഥാർത്ഥത്തിൽ പുതിയൊരു പാലം പണിയേണ്ട സ്ഥലത്ത് പാലം പുതുക്കി പണിഞ്ഞ് തട്ടിക്കൂട്ടി ഒരു പരിപാടി ഉണ്ടാക്കി വെച്ചിട്ട് പോയി. എന്നാൽ പോലും ആ കാര്യത്തിന് വേണ്ടിയിട്ടും പാലം പണിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ശക്തമായ സമരം നടത്തിയിട്ടുണ്ടായിരുന്നു. മിനി സിവിൽ സ്റ്റേഷന് വേണ്ടിയിട്ട് പല തവണ പഞ്ചായത്ത് കേന്ദ്രമാക്കി ഞങ്ങൾ പ്രകടനം നടത്തി, ഉപരോധം നടത്തി. പക്ഷേ ആ കാര്യങ്ങളെല്ലാം ജനങ്ങൾ വിസ്മരിച്ചു തുടങ്ങിയിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ എനിക്ക് കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ചർച്ച നടക്കുമ്പോൾ ഈ കാര്യങ്ങളും കൂടി എടുത്തു പറയേണ്ടതാണ്. BJP നടത്തിയിട്ടുള്ള അത്തരത്തിൽ സമരങ്ങളെക്കുറിച്ച്, ഈ വികസന വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു നാടിൻ്റെ വികസനത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതം, ആദ്യം ഒരു നാട് വികസിക്കണമെങ്കിൽ ആ നാടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജംഗ്ഷൻ അതായിരിക്കണം ആദ്യം വികസിക്കേണ്ടത്. അതിന് ചുറ്റുമുള്ള പ്രദേശമാണ് പിന്നീട് ആ വികസനത്തിന്റെ ഫലം അനുഭവിക്കുന്നത്. ഇപ്പോൾ ചടയമംഗലം ജംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാം, ചടയമംഗലം ജംഗ്ഷനിൽ വ്യാപാര സമുച്ചയങ്ങളുടെ അപര്യാപ്തമുണ്ട്. കാരണം കെട്ടിടങ്ങളില്ല. പക്ഷേ ചടയമംഗലം പഞ്ചായത്തിൽ ഷോപ്പിംഗ് കോംപ്ലക്സിന് വയ്ക്കാനുള്ള സ്ഥലം, പഴയ KSRTC സ്റ്റാൻഡിന്റെ സ്ഥലം എത്രയോ നാൾ കൊണ്ട് വെറുതെ കിടക്കുക. അതുപോലെ ചടയമംഗലം ജംഗ്ഷന്റെ കണ്ണായ സ്ഥലത്താണ് ആ KSRTC സ്റ്റാൻഡും. അതുപോലെ ഇപ്പോൾ ആ സ്റ്റാൻഡിനോട് തൊട്ടടുത്ത് ഒരു മൂത്രപ്പുര ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ മൂത്രപ്പുര വെച്ച സ്ഥലത്തൊക്കെ നല്ല ഒരു വ്യാപാര സമുച്ചയം, നല്ല ബഹുനില കെട്ടിടം വരേണ്ട സ്ഥലങ്ങളാണ് ഇത്തരത്തിൽ മൂത്രപ്പുരയും മറ്റുമൊക്കെ ഉണ്ടാക്കി ആ കണ്ണായ സ്ഥലത്തിനെ പാഴിക്കളയുന്നത്. ഈ കണ്ണായ സ്ഥലങ്ങളിൽ ബഹുനില കെട്ടിടങ്ങൾ, വ്യാപാര സമുച്ചയങ്ങൾ ഉണ്ടാക്കുകയും മറ്റു കാര്യങ്ങൾ അതിന് പിന്നിലേക്ക് ആക്കാവുന്നതേ ഉള്ളൂ. ഈ KSRTC സ്റ്റാൻഡായാലും അതുപോലെ മണ്ണ് ഗവേഷണ കേന്ദ്രം പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ പിന്നിലേക്ക് വയ്ക്കാവുന്നേ ഉള്ളൂ. അതുപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഈ പാലം പണിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കണം, ചടയമംഗലത്തിന്റെ വികസന കാര്യത്തിൽ വലിയ ഒരു അത്ഭുതം ഈ പാലം പണിയിലൂടെ സാധിക്കാമായിരുന്നു. ആ പാലം പുതുക്കി പണിയണമെന്ന് തന്നെ ആവശ്യപ്പെടണമായിരുന്നു. പാലം പുതുക്കി പണിയണമെന്നല്ല ആവശ്യപ്പെടേണ്ടിയിരുന്നത്. പാലം യഥാർത്ഥത്തിൽ പുതിയ പാലം വരണം എന്നായിരുന്നു ആവശ്യപ്പെടേണ്ടത്. പക്ഷെ അവിടെ സംഭവിച്ചത് പാലം പുതുക്കി പണിയുകയാണ് ഉണ്ടായത്. മറിച്ച് ആ പാലം പുതിയ ഒരു പാലം വയ്ക്കുകയായിരുന്നെങ്കിൽ ആ പാലത്തിന് രണ്ട് വശവും 2 റോഡ് കൂടി പോകുന്ന തരത്തിൽ ആ പാലം സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ ചടയമംഗലത്തും 4 റോഡ് തിരിയുന്ന 4 മുക്ക് ഉണ്ടായേനെ. അതുപോലെ തന്നെ ട്രാഫിക് സിഗ്നൽ ഉണ്ടായേനെ, പുതിയ പാർക്കിംഗ് സൗകര്യങ്ങൾ ഉണ്ടായേനെ, 4 സൈഡിലും പുതിയ വ്യാപാര സമുച്ചയങ്ങൾ ഉണ്ടായേനെ. ജംഗ്ഷൻ ഇപ്പോൾ കാണുന്നതിന്റെ 3 ഇരട്ടിയായി 4 ഇരട്ടിയായി വികസിച്ചേനെ. പക്ഷേ അത്തരത്തിലുള്ള ആശയങ്ങൾ വരണമെങ്കിൽ ദീർഘവീക്ഷണമുള്ള, ദിശാബോധമുള്ള ഭരണാധികാരികൾ വളരെ കാലം തൊട്ടേ ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ച് ദീർഘവീക്ഷണത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഭരണാധികാരികൾ ഉണ്ടാവണം. പക്ഷേ ചടയമംഗലത്തിന്റെ നിർഭാഗ്യത്താൽ അത്തരത്തിലുള്ള ഭരണാധികാരികൾ ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഈ പാലമൊക്കെ ഇങ്ങനെ തട്ടിക്കൂട്ടി പോകേണ്ടി വന്നത്. മറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 വശത്തും 2 റോഡ് സൃഷ്ടിക്കുന്ന തരത്തിൽ ഈ പാലം പുതുതായിട്ട് പണിയുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ എത്രയോ സ്ഥലത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു. എല്ലാ സ്ഥലത്തും 4 റോഡ് തിരിയുന്നുണ്ട്. ചടയമംഗലം ജംഗ്ഷനിൽ 3 റോഡേ ഉള്ളൂ. പക്ഷേ ആ 4 റോഡിന്റെ അപര്യാപ്തത ഈ പാലം പണിയിലൂടെ മാറ്റാമായിരുന്നു. അങ്ങനെ പല കാര്യങ്ങൾ, ഈ ആശുപത്രി ഒരു കാലഘട്ടത്തിൽ ആശുപത്രിയിൽ മോർച്ചറി ഉണ്ടായിരുന്നു, പ്രസവമെടുപ്പുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളുടെ അച്ഛന് അപ്പൂപ്പന്മാരുടെ കാലത്താണ്. പക്ഷേ അതിനുശേഷം ഞങ്ങളുടെ കാലം ആയപ്പോൾ അവിടെ മോർച്ചറി ഇല്ല, പ്രസവമെടുപ്പില്ല, ഓപ്പറേഷൻ തിയേറ്റർ ഇല്ല. ഇപ്പോൾ അവിടെ പനിക്ക് ചികിത്സിക്കാൻ ഒരു ഡോക്ടറോ 1-2 ഡോക്ടറോ വല്ലപ്പോഴും കാണും, അവരുണ്ടായാലായി ഇല്ലെങ്കിലായി. പക്ഷെ പല സ്ഥലത്തും അതിൻ്റെ അപ്പുറം ഇവിടെയൊക്കെ കുറേ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിടുന്നുണ്ട്, കൊച്ചു കെട്ടിടങ്ങൾ. എന്നിട്ട് അതിന് 60 ലക്ഷം രൂപ 50 ലക്ഷം രൂപയൊക്കെ മാറിയെടുക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ആശുപത്രിക്ക് യാതൊരു ഉപയോഗം ഉണ്ടാവുന്നില്ല. മറിച്ച് ഇത്തരത്തിലുള്ള ആശുപത്രി ഇനി ഒരു വലിയ താലൂക്ക് ആശുപത്രി, അത്തരത്തിലുള്ള ഒരു ആശുപത്രിയായി വളരണമെങ്കിൽ ആ സ്ഥലത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ സ്ഥലത്ത് അപര്യാപ്തതയുണ്ട്. കൂടുതൽ സ്ഥലം ഏറ്റെടുക്കുന്നതിലും അവിടെ പ്രശ്നങ്ങളുണ്ട്.
അങ്ങനെ ഉണ്ടെങ്കിൽ ചടയമംഗലത്ത് ആശുപത്രി വികസനം ഇനി വളരെ വലിയ രീതിയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ആശുപത്രി അവിടെ നിന്ന് മാറ്റി കുറച്ചുകൂടി സ്ഥലമുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റേണ്ടി വന്നാൽ പോലും ചടയമംഗലത്ത് അത്തരത്തിലൊരു സൗകര്യമുള്ള ഒരു ആശുപത്രി ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നമുക്കറിയാം, ഹാർട്ട് അറ്റാക്ക് അതുപോലെ ആക്സിഡന്റ് പോലുള്ള എന്തെങ്കിലും ചടയമംഗലത്തുകാരന് സംഭവിച്ചാൽ അവൻ്റെ കാര്യം പോക്കാം. കാരണം അവനെ എടുത്ത് അടുത്തുള്ള ആശുപത്രി എത്തുമ്പോഴേക്കും അവൻ തട്ടിപ്പോകും. അറ്റാക്കൊക്കെ വന്ന് എത്രയോ ആൾക്കാർ അത്തരത്തിൽ സമയത്ത് ചികിത്സ കിട്ടാതെ എത്രയോ ആൾക്കാർ മരിച്ചിരിക്കുന്നു. ഈ ആക്സിഡന്റ് സമയത്ത് തന്നെ എത്രയോ പേര് അങ്ങനെ മരിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളത് ഓരോ സ്ഥലത്ത് പോയിട്ട് ചർച്ച ചെയ്യുമ്പോൾ എത്രയോ വിഷയങ്ങൾ അതുമാത്രമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ മിനി സിവിൽ സ്റ്റേഷന്റെ കാര്യം നമ്മൾ മനസ്സിലാക്കണം. മുല്ലക്കര രത്നാകരൻ മന്ത്രിയാകുന്നതിന് തൊട്ടു മുമ്പുള്ള ഇലക്ഷനിൽ അദ്ദേഹം ഇവിടെ മിനി സിവിൽ സ്റ്റേഷൻ അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഫ്ലെക്സ് ചടയമംഗലത്തിന്റെ പല ഭാഗങ്ങളിലും വെച്ചിരുന്നു. അങ്ങനെ ഫ്ലെക്സ് വെച്ച് മിനി സിവിൽ സ്റ്റേഷൻ അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഫ്ലെക്സ് വെച്ച് വോട്ട് നേടിയ മുല്ലക്കര രത്നാകരൻ മന്ത്രിയായി. പക്ഷേ പിന്നീട് മിനി സിവിൽ സ്റ്റേഷന്റെ യാതൊരു അനക്കവുമില്ല. മിനി സിവിൽ സ്റ്റേഷൻ ഇപ്പോഴും ഫയലുകൾക്കുള്ളിലാണ്. മിനി സിവിൽ സ്റ്റേഷൻ ഇവിടെ ഇല്ലാത്തതിന്റെ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ പഞ്ചായത്ത് നേരിടുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ ഈ വില്ലേജ് ഓഫീസായാലും പഞ്ചായത്ത് ഓഫീസായാലും എക്സൈസ് ഓഫീസ് അതുപോലുള്ള പല ഓഫീസുകൾ ഒരു കുടക്കീഴിനുള്ളിലായാൽ ജനങ്ങൾക്ക് വളരെ ഉപകാരമാണ്. ഇപ്പം എല്ലാ ജംഗ്ഷനുകളും എല്ലാ പഞ്ചായത്തുകളും എല്ലാ സിറ്റികളിലും ഒക്കെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാ രാജ്യത്തും എല്ലാ സംസ്ഥാനത്തും ഒക്കെ. പക്ഷേ ചടയമംഗലത്തുകാർക്ക് ഇപ്പോഴും മിനി സിവിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ സ്വപ്നമാണ്. ഇവിടുത്തെ പഞ്ചായത്ത് ഓഫീസ് പൊളിച്ചിട്ടിരിക്കുകയാണ്, നാളുകളായിട്ട് പൊളിച്ചിട്ടിരിക്കുന്നു. പഞ്ചായത്ത് ഓഫീസ് ഇപ്പൊ പ്രവർത്തിക്കുന്നത് കമ്മ്യൂണിറ്റി ഹാളാണ്. കമ്മ്യൂണിറ്റി ഹാൾ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആൾക്കാർക്കോ അല്ലെങ്കിൽ ചെറിയ ചടങ്ങുകൾ നടത്താൻ, വേറെ നിർവാഹമില്ലാത്തവർക്കൊക്കെ ചെറിയ ചടങ്ങുകളോ കല്യാണങ്ങളോ ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് സൗകര്യം ഒരുക്കി കൊടുക്കാൻ എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ടാക്കിയിരിക്കുന്ന സാധനമാണ് കമ്മ്യൂണിറ്റി ഹാൾ. പക്ഷേ ആ കമ്മ്യൂണിറ്റി ഹാൾ ഇപ്പൊ പഞ്ചായത്ത് കൈയടക്കി വെച്ചിരിക്കുന്നു, അവിടെ പഞ്ചായത്ത് ഓഫീസ് ആക്കിയിരിക്കുക. പാവപ്പെട്ടവനൊരു നിവൃത്തിയില്ല. അതുപോലെ സബ് രജിസ്റ്റർ ഓഫീസ് എത്രയോ നാളുകൊണ്ട് വാടക കെട്ടിടത്തിലാണ്, എത്രയോ ലക്ഷം രൂപ വാടക ഇനത്തിൽ അവിടെ കൊടുക്കുകയാണ്, പൊളിച്ചിട്ടിരിക്കുകയാണ്, എത്രയോ വർഷമായിട്ട് പൊളിച്ചിട്ടിരിക്കുന്നു. ഇതുവരെ അതിന് നടപടിയില്ല. അതുപോലെ എക്സൈസ് ഓഫീസ് ചടയമംഗലത്ത് വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുകയാണ്. അവർക്ക് അവിടെ കുടിവെള്ളം ലഭ്യമല്ല. അവർ പല സ്ഥലങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. നിലമേ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നിലമേ പഞ്ചായത്തിൽ അവർക്ക് സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ സ്ഥല സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇവരങ്ങോട്ട് പോകാനുള്ള ശ്രമം നടക്കുന്നു എന്ന് നമ്മൾ അറിയുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചിരുന്ന സമയത്ത് അതങ്ങനെ പോകത്തില്ല, നമ്മളിവിടെ പിടിച്ചു നിർത്തും എന്ന് പഞ്ചായത്ത് ഉറപ്പ് തന്നിരിക്കുകയാണ്. എന്തായാലും പക്ഷെ അങ്ങനെയുള്ള നീക്കങ്ങൾ എക്സൈസ് ഓഫീസിന്റെ ഭാഗത്ത് കാരണം അവർക്ക് സൗകര്യങ്ങളാണ് പ്രധാനം. അവർക്കിപ്പോൾ ചടങ്ങത്ത് നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവർക്ക് നിലയ പഞ്ചായത്ത് സൗകര്യം കൊടുത്താൽ അവരങ്ങോട്ട് പോകും. അതിപ്പോൾ ഏത് ഓഫീസായാലും, സബ് രജിസ്റ്റർ ഓഫീസായാലും, ഈ പറഞ്ഞ എക്സൈസ് ഓഫീസായാലും, ഇനി RTO ഓഫീസായാലും, ഏത് ഓഫീസും കുറച്ചുകൂടെ സൗകര്യം കിട്ടി അങ്ങോട്ട് പോകും. അപ്പോൾ മാക്സിമം സൗകര്യം കൊടുക്കേണ്ടത് പഞ്ചായത്തിന്റെ കടമയാണ്. പഞ്ചായത്ത് ഇത്തരത്തിലുള്ള സബ് രജിസ്റ്റർ ഓഫീസായാലും ശരി, എക്സൈസ് ഓഫീസായാലും ശരി, RTO ഓഫീസായാലും ശരി, അവർക്ക് കൂടുതൽ സൗകര്യം കിട്ടി അവർ അങ്ങോട്ട് പോകും. മാക്സിമം സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടത് പഞ്ചായത്തിന്റെ കടമയാണ്. മിനി സിവിൽ സ്റ്റേഷൻ പോലുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഓഫീസുകളെല്ലാം ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുകയും ജനങ്ങൾക്കും സൗകര്യമാവും, ഓഫീസുകൾക്കും സൗകര്യം, എല്ലാ സൗകര്യവും അവിടെ ഒരുക്കാൻ പറ്റും. അതുപോലെ ജനങ്ങളിൽ നിന്ന് ഏറ്റെടുത്ത വസ്തു, സ്റ്റേഡിയത്തിന്റെ പേരിൽ ഏറ്റെടുത്ത വസ്തു, അതിന്റെ തൊട്ടപ്പുറത്ത് മിനി സിവിൽ സ്റ്റേഷന് വേണ്ടി ഏറ്റെടുത്ത വസ്തു, ഇത് രണ്ടും ഈ പറഞ്ഞതുപോലെ എത്രയോ വർഷങ്ങളായിട്ട് ജനങ്ങൾക്കൊരു ഉപയോഗമില്ല. പക്ഷേ ഈ സ്റ്റേഡിയത്തിന്റെ പണി നടക്കുന്നു എന്ന് പറഞ്ഞ് 20 ലക്ഷം 30 ലക്ഷം 50 ലക്ഷം 60 ലക്ഷം ഒക്കെ ഓരോ വർഷം ബഡ്ജറ്റ് വകയിരുത്തുന്നതും, അത് സംസ്ഥാന ബഡ്ജറ്റ് വകയിരുത്തുന്നത് കാണാം, പഞ്ചായത്ത് ബഡ്ജറ്റ് വകയിരുത്തുന്നത് അവിടെ ഇവിടെയൊക്കെ വകയിരുത്തുന്നതൊക്കെ പറയുന്നത് കേൾക്കാം. അവിടെ എന്തൊക്കെയോ പരിപാടി നടക്കുന്നതാക്കാം. ചില വണ്ടികൾ കൊണ്ടിട്ട് അങ്ങോട്ട് ഉരുട്ടും, ചില JCB എടുത്തിട്ട് കുറെ മണ്ണുവാരി ഇപ്പുറത്തിടും, അവിടുന്ന് മണ്ണുവാരി അപ്പുറത്തിടും. ഇങ്ങനെ കുറെ പരിപാടി നടക്കുന്നതല്ലാതെ ആ സ്റ്റേഡിയത്തിൽ ഇതുവരെ കളിക്കാർക്കോ കാണികൾക്കോ ഉപയോഗപ്രദമായ രീതിയിൽ കളിക്കാനോ മറ്റു കാര്യങ്ങൾ നടത്താനോ ഒരു സൗകര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. എത്രയോ വർഷങ്ങൾ കൊണ്ട് ഈ പണി ഇങ്ങനെയിട്ട് നടത്തുക, എത്രയോ പൈസ ഇതിനായിട്ട് ബില്ല് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ അതുപോലെ RTO ഓഫീസ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച RTO ഓഫീസ് അവിടെ പാർക്കിംഗ് സൗകര്യങ്ങൾ വിഷയങ്ങളുണ്ട്, അവർക്ക് സ്ഥല സൗകര്യ കുറവുണ്ട്. അവർ ചന്ത കെട്ടിടത്തിന് മേളിലാണ് RTO ഓഫീസ് പ്രവർത്തിക്കുന്നത്. ചന്തയുടെ കാര്യം നമ്മൾ പറയണ്ട, ചന്ത എത്രയോ വർഷമായിട്ട് അരിക്കുന്നു. അവിടെ ചന്ത ഇപ്പോൾ ഇല്ല, ചന്ത ഇല്ലെന്ന് തന്നെ പറയാം. മറ്റു പല പഞ്ചായത്തുകളിലും ചന്ത നവീകരിക്കുന്നു, ചന്ത വിപുലീകരിക്കുന്നു, അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നു. ചടയമംഗലം പഞ്ചായത്തിന് ഇപ്പം ചന്തയില്ലാത്തൊരവസ്ഥയായി ഇരിക്കുകയാണ്. ചന്ത എന്ന് പേര് മാത്രമേ ഉള്ളൂ. ഇത്തരത്തിൽ എല്ലാ കാര്യത്തിലും ചടയമംഗലം പിന്നോട്ട് പോവുകയാണ്. ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവർ, ഇവിടെ പതിറ്റാണ്ടുകളായി പഞ്ചായത്ത് ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതുപോലെ പതിറ്റാണ്ടുകളായിട്ട് ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതുപോലെ ഇവിടുത്തെ MP പ്രേമചന്ദ്രനാണ്. ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും കൂട്ടുത്തരവാദിത്തമുണ്ട്. ചടയമംഗലം പഞ്ചായത്തിന് ഇതുപോലെ ചതിക്കുന്നതിനും വഞ്ചിക്കുന്നതിനും ഇവർക്കെല്ലാം കൂട്ടുത്തരവാദിത്തം. കാര്യം ഇവരെല്ലാവരും ഇവിടെ അത് ചെയ്തുതരാം ഇത് ചെയ്തുതരാം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ആന തരാം ചേന തരാം ചടയമംഗലത്ത് തരാം ഇപ്പം അവിടെ അത് ചെയ്തുതരും എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം വിജയിച്ചു പോകുന്നതല്ലാതെ ഇവരാരും ചടയമംഗലം പഞ്ചായത്തിന് വേണ്ടിയിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കുന്നതിനോ, ഈ ആശുപത്രി വികസനത്തിനോ, മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനോ, ഇത്തരത്തിൽ ജംഗ്ഷൻ വികസിപ്പിക്കുന്നതിനോ, ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നൽ കാര്യങ്ങൾ ഒരുക്കുന്നതിനോ ഒന്നിനും ഇവരാരും
ഒരു ഇല പോലും അനക്കുന്നില്ല, ഇവരാരും ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിച്ചാൽ മാത്രമേ നമുക്കിതിൽ BJP അതിനെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ എത്രയോ സംഘടിപ്പിച്ചിരിക്കുന്നു, ഞങ്ങൾ എത്രയോ കാര്യങ്ങൾ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരിക്കുന്നു. പക്ഷേ ജനങ്ങൾ കൂടുതൽ ഇതിനായി വേണ്ടിയിട്ട് പ്രതികരിക്കണം. ഇപ്പോൾ ഈ ചർച്ച കൊണ്ടുവന്ന സാക്ഷി TV പോലുള്ള ആൾക്കാർ ഇതിനു വേണ്ടിയിട്ട് കൂടുതൽ പ്രതികരിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭിപ്രായപ്പെടുന്നത്. ഞങ്ങൾ പ്രതിപക്ഷത്തിന്റെ ധർമ്മം ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകരും അതുപോലെ ജനങ്ങളും അവരുടെ ധർമ്മം നിർവഹിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. കൂട്ടായിട്ട് ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ജനങ്ങൾ ഞങ്ങളോടൊപ്പം അണിചേർന്നാൽ ഞങ്ങൾ തയ്യാറാണ് ഇതിനെതിരെ പ്രതിഷേധിക്കാൻ. പക്ഷേ ഞങ്ങളോടൊപ്പം ജനങ്ങൾ കൂട്ടായി ചേരണം. അല്ലെങ്കിൽ പേടിയില്ലാത്തവർക്ക് ഞങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഇനിയും ഞങ്ങൾ ഇതിനുള്ള പ്രതിഷേധ പരിപാടികൾ ശക്തമായിട്ട് സംഘടിപ്പിച്ചിരിക്കും. വരുന്ന ദിവസങ്ങളിൽ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കും. ആ സമയത്ത് ജനങ്ങളുടെ കൂട്ടായ ഞങ്ങൾക്കുള്ള പിന്തുണ ഞങ്ങൾക്കുണ്ടാവണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ പേടിയുള്ളവർക്ക് ഇനിയെങ്കിലും വോട്ടിടുമ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം കാര്യങ്ങളെ ചിന്തിച്ചുകൊണ്ട് വോട്ടിടണം. പേടിയില്ലാത്തവർ പരസ്യമായിട്ട് ഇത്തരം വികസന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങി പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത്. ചടയമംഗലം പഞ്ചായത്തിൽ ഒരു പൊതു ശ്മശാനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശവപ്പെട്ടിയൊക്കെ ചുമന്ന് ഞങ്ങൾ ഇവിടെ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പൊതു ശ്മശാനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരം നടത്തിയിട്ടുണ്ട്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ 2 സെന്റ് 3 സെന്റും ഉള്ളവരാണ് കൂടുതൽ ഈ ലക്ഷം വീട് പോലുള്ള സ്ഥലങ്ങളിൽ, കോളനികൾ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ 2 സെന്റ് 3 സെന്റേ ഉള്ളൂ. അവരുടെ കിണറും വീടും ഒക്കെ അപ്പുറം ഇപ്പുറമാണ്. പക്ഷെ അവർക്ക് ഒരു ആൾ മരിച്ചാൽ, അവരുടെ പ്രിയപ്പെട്ടവൻ മരിച്ചാൽ അവർക്ക് കുഴിച്ചിടേണ്ടി വരുന്നത് ഒന്നീ കിണറിനടുത്ത് അല്ലെങ്കിൽ അടുക്കളയ്ക്കകത്ത്, ചിലർ അടുക്കളയ്ക്കകത്ത് പോലും കുഴിച്ചിട്ട സംഭവങ്ങൾ ചടയമംഗലം പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വളരെ ജനങ്ങൾ ഈ ചടയമംഗലം പഞ്ചായത്ത് ജീവിക്കുന്നുണ്ട്. കോളനികൾക്ക് ഉള്ളിലായാലും ശരി, ലക്ഷമില്ലുള്ളിലായാലും ശരി, വീട് വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് 1 സെന്റ് ഭൂമി ഇല്ലാത്തവർ ഇപ്പോഴും ഉണ്ട് ഇവിടെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു പൊതുശ്മശാനം ഇന്ന് പല പഞ്ചായത്തുകളിലും പല സ്ഥലങ്ങളിലും പൊതുശ്മശാനം ഉണ്ട്. പക്ഷേ ചടയമംഗലം പഞ്ചായത്തിൽ പതിറ്റാണ്ടുകളായിട്ട് അതും ഒരാവശ്യമാണ്. ഇതുവരെ അതിനും ഒരു കാര്യവും ഇവിടെ നടന്നിട്ടില്ല. അത് എത്രയോ സ്ഥലങ്ങളുണ്ട്, ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ ഏറ്റെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പം പണ്ടത്തെ കണക്ക് ഏക്കർ കണക്കിന് ഭൂമിയൊന്നും വേണ്ട, പൊതുശ്മശാനത്തിന് തുച്ഛമായ സ്ഥലം മതി. അവിടെ ആധുനിക സൗകര്യങ്ങളുണ്ട്, പുക പോലും ആർക്കും അസൗകര്യം വരത്തില്ല. അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ പഞ്ചായത്ത് ഇതുവരെ തയ്യാറായിട്ടില്ല. ഇത്തരം കാര്യങ്ങളിലൊന്നും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളായാലും ശരി, കുടിവെള്ള സൗകര്യത്തിലായാലും ശരി, ആശുപത്രിക്കായാലും ശരി, മിനി സിവിൽ സ്റ്റേഷൻ ആയാലും ശരി, അടിസ്ഥാനപരമായിട്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ചെറുവിരൽ വരെ അനങ്ങിയിട്ടില്ല. പക്ഷേ പല പേരിൽ ഫണ്ടുകൾ മാറ്റുന്നതല്ലാതെ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യവും ചടയമംഗലം പഞ്ചായത്ത് നടക്കുന്നില്ല എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കണം.